അവ്യക്ത സന്ദേശം. ഇന്ന് സദ്ഗുരുവാർ ദിവസത്തിൽ നിങ്ങളേവരുടെയും സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ബാബയുടെ മുന്നിൽ ധാരാളം സഹോദരീ സഹോദരന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം വളരെ സുന്ദരമായി തോന്നി. ബാബ നിൽക്കുന്നു. 4 ഭാഗത്തും ബാബയുടെ കുട്ടികൾ കാണപ്പെട്ടു. ബാബ ഓരോ കുട്ടിക്കും ദൃഷ്ടി നൽകി. ഓരോ കുട്ടിയിലും ലൈറ്റിൻ്റെ കിരണങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം കണ്ടത് ഇതാണ്. ചില സഹോദരീ സഹോദരന്മാരുടെ കയ്യിൽ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ചിലരുടെ കയ്യിൽ വളരെ സുന്ദരമായ പൂച്ചെണ്ട് ഉണ്ടായിരുന്നു. ചിലരുടെ കയ്യിൽ പേപ്പർ ആയിരുന്നു. ആ പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ദൃശ്യം നോക്കിക്കൊണ്ടേയിരുന്നു. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ബാബ എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, വരൂ കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് എല്ലാ കുട്ടികളും അങ്ങയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, കുട്ടികൾക്ക് ഒരു ശുഭസങ്കല്പമുണ്ട്. നമ്മളും ബാബയുടെ അടുത്ത് വതനത്തിലേക്ക് പോകട്ടെ എന്ന്. ആ ശുഭസങ്കല്പം ഈ കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഒരു ചരടാണ്. അത് കുട്ടികളെ ബാബയുടെ സമീപത്ത് എത്തിച്ചിരിക്കുകയാണ്. ബാബയും ഇന്ന് ഈ എല്ലാ കുട്ടികൾക്കും ക്ഷണം നൽകി വതനത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ബാബ പറഞ്ഞു, നോക്കൂ, ചില കുട്ടികൾ റോസാ പുഷ്പം കൊണ്ടുവന്നിരിക്കുകയാണ്. കുട്ടികളുടെ ഉള്ളിൽ എത്ര ഗുണങ്ങളുണ്ട് എന്ന് ബാബ നോക്കുന്നു. ബാബയുടെ കുട്ടികൾ എത്ര പ്രിയപ്പെട്ടവരാണ്. പിന്നെ ചില കുട്ടികൾ പുതുവർഷത്തിനു വേണ്ടി തൻ്റെ ശുഭസങ്കല്പത്തിൻ്റെ ഭാവനകൾ അത് ആദ്യമേ തന്നെ ബാബയുടെ അടുത്തേക്ക് അയച്ചു. പിന്നെ ചിലരാണെങ്കിൽ സ്വപരിവർത്തനത്തിൻ്റെയും വിശ്വപരിവർത്തനത്തിൻ്റെയും സുന്ദരമായ പ്ലാനുകൾ ഉണ്ടാക്കിയത് ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ അല്പം ഉയരുകയും അല പോലെ അനങ്ങുകയും അതിൽ നിന്നും പ്രകാശം വ്യാപിക്കുകയും ചെയ്തു. ആ പ്രകാശം ദൂരെ ദൂരെ വ്യാപിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം വളരെ സുന്ദരമായി തോന്നി. ബാബയും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബയ്ക്ക് കുട്ടികളുടെ സങ്കല്പത്തിൻ്റെ കാര്യത്തിലും കർമ്മത്തിൻ്റെ കാര്യത്തിലും അഭിമാനമുണ്ട്. ബാബയ്ക്ക് സന്തോഷവും ഉണ്ടാകുന്നു. കുട്ടികൾ എത്ര പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിക്കും പുരുഷാർത്ഥത്തിൽ യഥാശക്തി താല്പര്യവും ഉണ്ട്. ബാബയ്ക്ക് വളരെയധികം സന്തോഷവും ഉണ്ടാകുന്നു. ബാബയും കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സഹായവും നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബാബ 2 കൈകളും വിടർത്തി. അപ്പോൾ എല്ലാ കുട്ടികളും ബാബയുടെ കൈകൾക്കുള്ളിൽ നിന്നു. ബാബ പറഞ്ഞു, കുട്ടികളുടെ ഒരു സ്ലോഗനുണ്ട്. ബാബയും കുട്ടികളെ ആ സ്ലോഗൻ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാറുണ്ട്. അത് ഇതാണ്: സഫലതയും വിജയവും നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. ബാബ ഇടയ്ക്കിടയ്ക്ക് വതനത്തിലേക്ക് കുട്ടികളെ വിളിക്കുമ്പോൾ കുട്ടികൾ അത് അനുഭവിക്കുന്നു. പിന്നെ ദേഹബോധത്തിൽ വരുമ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നു, ഇത് നടക്കുമോ അതോ നടക്കില്ലേ? ഈ ചിന്തനത്തിനിടയിൽ കുട്ടികൾ ബാബയുടെ കൈകൾക്കുള്ളിലാണെന്നും ഛത്രഛായയിലാണെന്നും മറന്നു പോകുന്നു. ബാബ പറഞ്ഞു, വതനത്തിൽ വരുമ്പോൾ കുട്ടികൾ ആ സ്വരൂപത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? വർത്തമാന സമയത്ത് അനേകം പ്രകാരത്തിലുള്ള പരിവർത്തനവും പല പ്രകാരത്തിലുള്ള കുഴപ്പങ്ങളും പല പ്രകാരത്തിലുള്ള സമസ്യകളും മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ കുട്ടികളോട് ചോദിച്ചു. ലോകത്തിൻ്റെ ഈ അവസ്ഥകൾ കണ്ടിട്ട് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞു, ബാബ, നമ്മൾ യോഗം ചെയ്യുന്നുണ്ട്. ബാബ പറഞ്ഞു, യോഗത്തിൻ്റെ വൈബ്രേഷൻ അയക്കുക തന്നെ വേണം.
എന്നാൽ ഇപ്പോൾ കുട്ടികൾ സമയമനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്? ബാബയിലൂടെ കുട്ടികൾക്ക് ഏതെല്ലാം ശക്തികളാണോ ലഭിച്ചത്, അതിലൂടെ ശക്തി സ്വരൂപമായി സിദ്ധി സ്വരൂപത്തിൻ്റെ അനുഭവം നൽകണം. വിശ്വത്തിൻ്റെ ഉള്ളിൽ കോളിളക്കങ്ങളാണ്. വിശ്വത്തിൻ്റെ ഉള്ളിൽ ഭയം ഉണ്ട്. വിശ്വത്തിലെ ആത്മാക്കൾക്ക് കുഴപ്പങ്ങൾ കാണപ്പെടുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ തങ്ങളുടെ ഇഷ്ടദേവതകളെ ഓർമ്മിക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇഷ്ടദേവതകളായി സിദ്ധി സ്വരൂപമായി അവരുടെ സ്നേഹത്തിൻ്റെയും ഭാവനകളുടെയും റിട്ടേൺ കൊടുക്കണം. നമുക്ക് പരമാത്മാവിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് അനുഭൂതി ഉണ്ടാകണം. ബാബ എല്ലാവർക്കും ദൃഷ്ടി നൽകി. എല്ലാവർക്കും ഒരു ചെറിയൊരു നക്ഷത്രം നൽകി. എല്ലാവരുടെയും അടുത്ത് ആ നക്ഷത്രം എത്തിച്ചേർന്നു. ആ നക്ഷത്രത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുന്നുണ്ടായിരുന്നു. ആ നക്ഷത്രത്തിന്മേൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: വിഘ്നങ്ങളെ വിനാശമാക്കുന്ന സിദ്ധി സ്വരൂപ ആത്മാവായി ഭവിക്കട്ടെ. ബാബ പറഞ്ഞു, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ബാഹ്യമായ വിഘ്നങ്ങൾ ചെറിയ സമസ്യകളാണ്. എന്നാൽ മനസ്സിലെ ചിന്തകളും പല പ്രകാരത്തിലുള്ള കുരുക്കുകളും വിഘ്നങ്ങളുടെ രൂപത്തിൽ വളരെ വലുതും വിശാലവുമാക്കി മാറ്റുന്നു. എന്നാൽ വിഘ്നങ്ങളെ അകറ്റാനും വിഘ്നങ്ങളെ ഇല്ലാതാക്കുവാനും ബാബ ഏതൊരു ശക്തി നൽകിയോ അതിൻ്റെ സ്വരൂപമായി കുട്ടികൾ മാറണം. നക്ഷത്രങ്ങൾ എല്ലാവരുടെയും മസ്തകത്തിൽ എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും ഫരിസ്തകളായി പറക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ഈ സമസ്യകൾ അഥവാ വിഘ്നങ്ങൾ സ്ഥിതിയെ ചെക്ക് ചെയ്യുവാനും സ്ഥിതിയെ ശക്തിശാലി ആക്കുവാനുമുള്ള ഉപാധിയാണ്. കുട്ടികൾ ഈ കാര്യങ്ങൾ ഭയപ്പെടരുത്. ബാബ ബാക്ക് ബോണാണ്. വിശ്വത്തിൽ പരിവർത്തനത്തിൻ്റെ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾ തങ്ങളുടെ സ്ഥിതിയെ ശക്തിശാലി ആക്കണം. ബാബ വരദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ദാതാവിൻ്റെയും വരദാതാവിൻ്റെയും സ്വരൂപത്തിലിരുന്നു കൊണ്ട് കുട്ടികൾ ഇഷ്ടദേവതകളായി മറ്റുള്ളവർക്ക് അനുഭവം നൽകണം. ലോകത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കും ഒരു തീരം ലഭിക്കട്ടെ, ആശ്രയം ലഭിക്കട്ടെ. പിന്നെ ബാബ ദൃഷ്ടി നൽകി. ഞാൻ ബാബയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബയും എല്ലാവരെയും ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ അശോക് ഭായിയുടെയും ഏത് മാതാജിക്ക് നിമിത്തമായുള്ള ഭോഗായിരുന്നുവോ അവരുടെയും സ്നേഹസ്മരണകൾ നൽകി. ബാബ പറഞ്ഞു, നോക്കൂ, ഓരോ ആത്മാവിനും അവരവരുടേതായ ഭാഗ്യമുണ്ട്. ഈ കുട്ടിക്കും മധുബനിൽ കഴിഞ്ഞുകൊണ്ട് അനേകരുടെ സേവനം ചെയ്യുന്നതിൻ്റെ സൗഭാഗ്യം ലഭിച്ചു. അനേകരുടെ കൂടെ ചേർന്ന് എല്ലാവർക്കും സഹയോഗം നൽകിക്കൊണ്ടേയിരുന്നു. അതിൻ്റെയും വിശേഷ വരദാനം ബാബ നൽകിയിരുന്നു. അതിൻ്റെ സന്ദേശം പിന്നെ കേൾപ്പിക്കാം. പിന്നെ മറ്റു പല സഹോദരി സഹോദരന്മാരുടെയും ഭോഗായിരുന്നു. അവരുടെയും സ്നേഹസ്മരണകൾ നൽകി. ബാബ അവരെയും എമർജ് ചെയ്തുകൊണ്ട് അവർക്ക് ദൃഷ്ടി നൽകി ഭോഗം സ്വീകരിപ്പിച്ചു. പിന്നെ ഞാൻ തിരികെ എത്തിച്ചേർന്നു. ഓം ശാന്തി.